ചിലവന്മാർ ഇങ്ങനെ ഇപ്പോൾ അർജുൻ ഡി കെ എന്ന് പറഞ്ഞവരവനുണ്ട്. ഇപ്പോൾ എന്താണ് അർജുൻ, അവനങ്ങ് ഭയങ്കര പിരിയാണ്. അവന് നമ്മൾ പറയുമ്പോൾ അവന് ഭയങ്കര ഈ കൂട്ടത്തിലുള്ള എങ്ങാണ്ട് ഒരവനാണ്. അപ്പോൾ അവനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാനും അതും ഇതൊക്കെ എഴുതി വിടാനും ഇങ്ങനെ ഇതാക്കാൻ. ഇവനോട് നമ്മൾ കമൻറ്റിലൊന്നും ഒന്നും ഇടാൻ പോകത്തില്ല. ഇവരുടെ ഉദ്ദേശം അതാണ്, നമ്മൾ കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ എഴുതണം എന്തൊക്കെയുള്ള ഉദ്ദേശങ്ങളാണ്. എന്നിട്ട് ഇവർക്ക് വേറെ രീതിയിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പരിപാടികളൊക്കെ. പണ്ടേ നമുക്കറിയാം, നമ്മളിപ്പം ഒരു കമൻറ്റിനും അതുപോലെ ഒന്നിനും നമ്മൾ തിരിച്ച് പറയത്തില്ല. നിങ്ങളങ്ങനെ തിരിച്ച് പറയരുത്, ഇങ്ങനെ പറയുക, മനസ്സിലായില്ലേ? ഇപ്പം അതുപോലെയാണ് അതേണ്ട നമ്മുടെ പല യൂട്യൂബേഴ്സും അങ്ങനെയാണ്. നന്നായിട്ട് കമൻറ്റ് ഇട്ട് അവർക്കൊന്നും മറുപടി പറയാനേ പോകത്തില്ല. നല്ലവർ അല്ലാത്തവരാണ് ഈ കമൻറ്റിൽ കൂടെ കടന്ന് ചീത്ത വിളിയൊക്കെ നടത്തുന്നത്. ഇവൻ്റെ സ്വഭാവമാണ്. ഇവനിങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഈ അർജുൻ. ഇവന് ഭയങ്കര സ്റ്റോക്കിംഗ് ആണ്, ഇവന് ഭയങ്കര രോഗമാണ്. അപ്പം കുറേ നാളുകൊണ്ട് തുടങ്ങിയത്. എൻ്റെ എല്ലാം നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രോഗം നമ്മൾ തീർക്കും. ഇവൻ ഏതാണെന്ന് സൈബർ സെല്ലുകാർ പിടിച്ചോളും. ഇവൻ്റെ രോഗമൊക്കെ ഇങ്ങനെ നമ്മളെ ഹരാസ് ചെയ്യുന്നതിനൊക്കെയുള്ള രോഗങ്ങൾ. നമ്മുടെ സ്വാതന്ത്ര്യമാണ് യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ നമ്മൾ നല്ലപോലെ ഇടുന്നുണ്ട്. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ ചീത്തവിളിയും അതുപോലെ ഇവൻ ഇതുവഴി പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോണിൽ ഇവനിങ്ങനെ ചീത്ത വിളിക്കുന്നതും പറഞ്ഞുകൊണ്ട് പോകുന്നതിൻ്റെ എല്ലാം തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അല്ല, പലതിൻ്റെയും തെളിവുണ്ട്. നമ്മുടെ കറണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെയും ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറയുന്നത് നമ്മൾ ഓഫ് ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇവന്മാരിങ്ങനെ പല ക്രിമിനൽ ആക്ടിവിറ്റി നമുക്കെതിരെ ചെയ്യുന്നതിന് തെളിവുണ്ട്. അപ്പോൾ ഇവനിപ്പം ആരുടെയെങ്കിലും കൂട്ടി കഥ ഇങ്ങനെ, അപ്പോൾ ഞാനിപ്പം ഇവൻ്റെ കൂടെ നമ്മൾ കമൻറ്റിൽ ഇതാക്കുവാണെങ്കിൽ, കമൻറ്റിൽ ഇങ്ങനെ പറയുവാണെങ്കിൽ ഇവന്മാർക്ക് ഓരോരോ രീതിയാണ് ഇവന്മാരത്. അതൊന്നും നമ്മൾ ചെയ്യരുത്. നിങ്ങൾ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കമൻറ്റിന്, ഒരു യൂട്യൂബേഴ്സ് ആരായാലും ശരി, നിങ്ങൾ കമൻറ്റിന് മറുപടി കൊടുക്കുകയും ചെയ്ത് ഇഗ്നോർ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ വേണ്ടത്, മനസ്സിലായില്ലേ? ഇവന്മാരിങ്ങനെ പല പട്ടികളും കുരയ്ക്കും, പടി തുറക്കത്തില്ല എന്നില്ലേ? അതുപോലെയാണ് പല പട്ടികളും കിടന്ന് കുരയ്ക്കും, പടി തുറക്കരുത്. അതാണ് വേണ്ടത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ചുമ്മാ നിന്നോണം. ഇവന്മാർ നിങ്ങളിതെല്ലാം സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സേവ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ഈ ഹറാസ്മെൻറ്റ്സ്, ബുള്ളിങ്, സ്റ്റോക്കിങ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ കുറേ പേരിങ്ങനെ ഇവന്മാരിങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നവന്മാരെ ഇവനൊക്കെ, മനസ്സിലായില്ലേ? അല്ലാത്ത കുറേ പേര് നമ്മുടെ ഇതിലുണ്ട്. ആരും നമുക്ക് ഇത് ഇടാറില്ല, പറയാറില്ലൊന്നുമില്ല. അവരുടെ കാര്യം അവർ കേൾക്കുക, അവരെന്താണെന്ന് അസസ് ചെയ്തോളും. നമ്മൾ വേറുള്ളവരൊന്നും നമ്മളെ അസസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പല രീതിയിലുള്ള ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നത്. ഒത്തിരി പേരെ ഇതുപോലെ ഹരാസ് ചെയ്യുന്നുണ്ട് ഇവന്മാർ. ഇങ്ങനെ പല രീതിയിൽ പലയിടത്തും ഇതേപോലെയുള്ള സൊസൈറ്റീസ് ഉണ്ട്. അവരിങ്ങനെ ചില വ്യക്തികളെ വെച്ച് ഹരാസ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരെ ഹരാസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അവർ പലതും പുറത്തു വരുന്നുണ്ട്. ഞാൻ പറയുന്നതൊന്നും നമ്മൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്താൽ പോലും ഇവന്മാർ എടുക്കത്തില്ല. ഇവന്മാർ അതുപോലുള്ള ഇൻഫ്ലുവൻസും നെറ്റ്വർക്കുമാണ്. ഇവർ ഭയങ്കര ഒരു SNDP ഉണ്ട്, ഭയങ്കര ക്രിമിനൽസാണ്. നിങ്ങൾക്ക് SNDPയെ കുറിച്ചൊക്കെ അറിയാം. ഇപ്പോൾ എല്ലാവരും ആ വെള്ളാപ്പള്ളിയെക്കുറിച്ച് വരെ കേസ് കൊണ്ട് കൊടുക്കാൻ തുടങ്ങി, വർഗീയവാദി, അങ്ങനെ ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ, റയോട്ട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നവനാണ്. ഇവർക്ക് ഇതിൽ നിന്ന് ഭയങ്കര പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതിനാണ് ഇവന്മാരൊക്കെ ശ്രമിക്കുന്നത്. റിലീജിയനൊക്കെ എടുത്തിട്ട് പ്രയോഗിച്ച് പല തല്ലിക്കുക. ഇതൊക്കെ അവരുടെ സ്വഭാവങ്ങളാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിംസും ഹിന്ദുസും ഒന്നും ശത്രുക്കളല്ല. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മളെ തമ്മിലടിപ്പിക്കുകയും അൺപീസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് എക്സ്പ്ലോയിറ്റേഷൻ നടത്താനാണ് ചില കള്ളരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുന്നത്. അതൊന്നും നടത്താതിരിക്കുക. നമ്മുടെ കാര്യം മാത്രം നോക്കുക, മറ്റുള്ളവരുടെ കാര്യം നോക്കുക. പിന്നെ നമ്മളുടെ ഇടയ്ക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക. നമ്മളെ നിരന്തരം ഇങ്ങനെ എന്താ പറയുന്നത്, അവൻ പറയുന്നതെല്ലാം ഭയങ്കര തെറിയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ തെറിയെല്ലാം ഫുൾ. എന്നിട്ട് നമ്മൾ CD-ക്കകത്താക്കി മജിസ്ട്രേറ്റിനും ഇതിനും കൊടുക്കാനായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണല്ല. CD-ക്കകത്താക്കി നമ്മൾ മജിസ്ട്രേറ്റിന് കൊടുക്കും ഇവൻ്റെ തെറിവിളികൾ. ഇവൻ എന്തുമാത്രം തെറിയാണ്, എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ കൊളനാട ബാലൻ, അങ്ങനെ എൻ്റെ അമ്മ കൊളനാട ബാലൻ്റെ കൂടെയാണ്, മറ്റവരുടെ കൂടെയാണ്, മറിച്ചവരുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പല ഇതുമുണ്ട്. നമ്മൾ ഒന്നും 2 മണി വരെയും കഴിക്കാതിരിക്കുക, നമ്മുടെ ഇങ്ങനെ അടിച്ച് വീർപ്പിക്കുക, നമ്മുടെ ബ്രായൊക്കെ ടൈറ്റാക്കുക. ഇപ്പോൾ നമ്മൾ 34ൻ്റെ ബ്രായാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇത് നേരത്തെ നമ്മൾ കൂടിയ ഇച്ചിരി ലൂസായിട്ടുള്ള ബ്രായായിരുന്നു യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ശ്വാസം ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അതങ്ങ് ഭയങ്കര ലൂസായതുകൊണ്ട് അടിച്ചങ്ങ് വീർപ്പിക്കുകയായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ 34 ലൂസാണ്, എന്നിട്ടും ഇപ്പം അത് 34 ഇപ്പം ലൂസായി, അത്രയ്ക്ക് വണ്ണം കുറഞ്ഞു. അപ്പം കാരണം 2 o'clock വരെ നമ്മൾ ആഹാരമേ കഴിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല. നെക്സ്റ്റ് മന്ത് ഈ മാസവും പഞ്ചസാര വാങ്ങിച്ചില്ല. നിങ്ങൾക്ക് തെളിവുണ്ട്, പോയി നോക്കാം. നമ്മളുടെ ബില്ലെടുത്താൽ, എംപയർ മാളിൽ നിന്ന് ബില്ലെടുത്താൽ മനസ്സിലാവും നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പം
ഇതൊക്കെ തെളിവാണ്. അപ്പം എന്തുമാത്രം വണ്ണം കുറയണമെന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്തോണം. ഒരു മനുഷ്യൻ പഞ്ചസാര പോലും കഴിക്കാതെ ചായ കുടിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഒരാളുടെ എന്തുമാത്രം വണ്ണം കുറയും എന്നുള്ളത് നിങ്ങൾക്ക് അസസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവന്മാരിങ്ങനെ അടിച്ച് ഈ ബ്ലോട്ടിംഗ് ഗ്യാസ് അടിക്കുന്നതിനൊക്കെ തെളിവുകൾ നമുക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് ഇവന്മാരെ ഹരാസ് ചെയ്യുന്നത്. നമ്മുടെ മുടി കൊഴിക്കുക, എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ ലേസറിൻ്റെയും പിന്നെ സോണിക് സൗണ്ട് വെച്ചുള്ള പരിപാടികളെല്ലാം എല്ലാവർക്കും അറിയാം. നമ്മൾ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവർക്കെല്ലാം അറിയാം. ഇത് പലർക്കും ഇത് ലേസർ വെച്ച് അടിക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണിപ്പോൾ. അപ്പോൾ ഇവന്മാർ അങ്ങ് അയ്യോ ഇതൊന്നും ചിലവർ പറയും അറിയത്തില്ല പറയുന്നത് ഭയങ്കര കള്ളരാണ്, മനസ്സിലായില്ലേ? ഇതെല്ലാം ഈ ഗൂഗിളിനകത്ത് പലരും റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഗൂഗിളിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഈ നെയ്ബേഴ്സാണ് ഹരാസ് ചെയ്യുന്നതെന്നുള്ളത് പറയുന്നുണ്ട്. കാരണം നെയ്ബേഴ്സിനെ പറ്റത്തുള്ളൂ. ഇവരൊക്കെയാണ് നമ്മുടെ അടുത്തെന്ന് വെച്ചാൽ 75 മീറ്റേഴ്സ് 100 മീറ്റേഴ്സിന് അപ്പുറത്തോട്ട് പറ്റത്തേയില്ല. അപ്പോൾ ഇവർ അങ്ങനെ പല രീതിയിലും വന്ന് നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഫോണുമായിട്ടിരിക്കുന്നതും എല്ലാം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊടുക്കാനാണ്. അപ്പോൾ വിത്തൗട്ട് എവിഡൻസ് നമുക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ നമുക്ക് കിട്ടുന്ന എവിഡൻസ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഇന്നലെ കിട്ടി. കാരണം അവർ ഓഫ് ചെയ്യാതെ നമ്മുടെ കറണ്ട് ഓഫ് ചെയ്യുക, അതൊക്കെ എങ്ങനെ നടക്കും? ഒരിക്കലും നടക്കത്തില്ല. അവർ ഓഫ് ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വരികയും ചെയ്തു. അന്നേരം തന്നെ കറണ്ട് വരികയും ചെയ്തു. മനസ്സിലായില്ലേ? ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പം തന്നെ കറണ്ട് വരികയും ആ കറണ്ട് വരുമ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ബീപ്പ് സൗണ്ട് കേൾപ്പിക്കും. അതെല്ലാം നമ്മുടെ ആ പർട്ടിക്കുലർ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് ഇവന്മാർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യാനാണ്. എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം സേവ് ചെയ്ത് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല രീതിയിലുള്ള ഹരാസ്മെൻറ്റ്സാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇതൊക്കെ റെഡിയാക്കണമല്ലോ. എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുമ്മാ കൊണ്ട് ബേസ്ലെസ് ആയിട്ട് ചുമ്മാ എഴുതി കൊടുത്തിട്ട് പണ്ട് എഴുതി കൊടുത്ത പോലെ കാര്യമില്ല. ഇവന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ രാവിലെ മുതലേ പുകയിടുക, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ. നിങ്ങൾക്ക് കാണാം, രാവിലെ മുതലേ പുകയാണ്, കണ്ടില്ലേ? രാവിലെ മുതലേ തുടങ്ങിയ പുകയാണ്. എന്നിട്ട് നമ്മുടെ വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യാത്ത രീതിയിൽ. ഇപ്പോൾ ഒരു മണവും ഇല്ല പുകയ്ക്ക്. മുമ്പേ ഭയങ്കര മണമായിരുന്നു. ഇപ്പം ഇത്രയും പുക പോകുന്നുണ്ട്, ഒരു പുക മണവും ഇല്ല. മനസ്സിലായില്ലേ? കണ്ടില്ലേ? ഇവിടെയാണ് പുക. അപ്പം പണ്ട് മുമ്പേ ഭയങ്കര പുകമണമായിരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും എവിടെ നിന്നാണെന്ന്. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പെരയ്ക്കകത്തോട്ട് ഇപ്പോൾ ഒരു പുകമണവും ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇവന്മാർ പണ്ടേ തുടങ്ങിയതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പണ്ട് മുതലുള്ള ഇതിനകത്ത് വീഡിയോസിനകത്ത് എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്വാതന്ത്ര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എത്രയോ പേര് യൂട്യൂബേഴ്സ് ഉണ്ട് നല്ലപോലെ സംസാരിക്കുന്ന, നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം. നീ അവനെയൊക്കെ പോയി പിടിക്കുക ചുമ്മാതെ. ഞാൻ മാനമര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കുക, ഇന്നതാണ് കാര്യങ്ങളെന്ന് പറയുക, എങ്ങനെയാണ് ബ്ലോട്ടിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്, വാട്ടർ ടെൻഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, സോണിക് വെപ്പൺ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിനക്ക് വല്ല കൃമികടി ഉണ്ടെങ്കിൽ നീ അതിന് ചികിത്സയ്ക്ക് പോയാൽ മതി. നീ പോയി നല്ലപോലെ ചികിത്സ, അർജുൻ എന്ന് പറയുന്നവൻ നല്ല ശരിക്കുള്ള ചികിത്സ തേടുന്നത് നല്ലതാണ് കേട്ടോ. നിൻ്റെ കാര്യം നീ നോക്ക്. നീ ഇങ്ങനെ ശ്രമിക്കും, ഇതൊക്കെ നമുക്കറിയാം. നിൻ്റെയൊക്കെ വേല നിൻ്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. അവിടെ വെച്ച് കൊടുത്താൽ മതി, ഇങ്ങോട്ട് വേണ്ട.